not a game, it's a rich thing. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നാനി, മൃണാൽ താക്കൂർ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രമാണ് ഹായ് നാന. ഇത് ഒരു റൊമാന്റിക് എന്റർടൈനർ ചിത്രമാണ്. ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ മലയാള വേർഷൻ ഇന്ന് ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് റിലീസിന് എത്തിയ ഒരു കൊച്ചു മലയാള ചിത്രമാണ് തോൽവി FC. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, ജോണി ആന്റണി എന്നിവർ ആണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രവും ഇപ്പോൾ ഡിജിറ്റൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് നായകനാകുന്ന അടുത്ത ചിത്രത്തിന്റെ ഒരു റൂമർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹി ആൻഡ് ഷി എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ മമത മോഹൻദാസ് പ്രധാന വേഷത്തിൽ എത്തും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ നൈല ഉഷയും ഒരു പ്രധാന വേഷത്തിൽ എത്തും. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു പ്രധാന വേഷത്തിൽ എത്തുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗുണ്ടൂർക്കാരം. ഈ ചിത്രത്തിന്റെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന ജനുവരി 12 ആണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്താൻ പോകുന്നത്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. വിനയ ഗോവിന്ദ് ആണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ചിത്രത്തിന്റെ പൂജ ഇന്നലെ ചോറ്റാനിക്കര അമ്പലത്തിൽ വച്ച് നടന്നിട്ടുണ്ട്. ഈ വരുന്ന പൊങ്കലിന് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു തമിഴ് ചിത്രമാണ് അയലാൻ. ചിത്രത്തിൽ ശിവകാർത്തികേയൻ, യോഗി ബാബു എന്നിവർ ഒക്കെയാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഇത് ഒരു ഫാന്റസി ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിന്റെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ പൊങ്കലിന് തന്നെ റിലീസിന് എത്താൻ പോകുന്ന മറ്റൊരു തമിഴ് ചിത്രമാണ് ക്യാപ്റ്റൻ മില്ലർ. ധനുഷ ആണ് ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇത് ഒരു വാർ ബേസ്ഡ് ചിത്രമാണ്. ഈ ചിത്രത്തിന്റെയും സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. 2 മണിക്കൂറും 37 മിനിറ്റും ആണ് ചിത്രത്തിന്റെ ടോട്ടൽ റൺ ടൈം. മമ്മൂക്ക, ജ്യോതിക എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രമാണ് കാതൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം ജിയോ ബേബി ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസ് ഇന്ന് രാത്രി ആമസോൺ പ്രൈം വഴി നടക്കും എന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. KGF 2 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം യാഷ് നായകനാകുന്ന ചിത്രമാണ് ടോക്സിക്. ചിത്രം ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ കരീന കപൂറും ഒരു പ്രധാന വേഷത്തിൽ എത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. KGF ചിത്രങ്ങൾക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സലാർ. ചിത്രത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ ആണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 16 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് 540 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷനും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന മൂന്നാമത്തെ തെലുങ്ക് ചിത്രം കൂടിയാണ് സലാർ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമാണ് നേര്. ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 40 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 70 കോടി രൂപയോളം ആണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ. ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന 9ാമത് മലയാള ചിത്രമായി നേര് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.